Hello everyone, welcome to the course on Power Generation, Transmission and Protection. We are discussing Module 3. In Module 3, today we are entering to underground cables, അതിന്റെ different types, insulation resistance calculation, voltage stress, grading of cables, പിന്നെ pre-coreന്റെയും single coreന്റെയും കേസിൽ capacitance എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾ എന്ന് പറയുന്നത്? അണ്ടർഗ്രൗണ്ട് കേബിൾ ഇറ്റ് ഈസ് ആൻ അത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒന്നോ അതിലധികമോ കോർസ് അല്ലെ കണ്ടക്ടേഴ്സ് ഉണ്ടായിരിക്കും. They are covered with a suitable insulation and also surrounded by a protecting cover. Okay, എന്തിനായിരിക്കും നമ്മൾ ഒരു അണ്ടർഗ്രൗണ്ട് കേബിൾ സിസ്റ്റത്തിലോട്ട് പോകുന്നത്? എന്തൊക്കെയായിരിക്കും അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്? നമ്മുടെ ഈ സ്റ്റോംസ്, ലൈറ്റ്നിങ് അതിന്റെ ഒന്നും കൊണ്ടുള്ള ഡാമേജ് അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൂടാതെ മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ വളരെ കുറവാണ്. ഓക്കെ, ഫോൾട്ട് ഉണ്ടാവാനുള്ള സാഹചര്യം കുറവാണ്. അതുകൂടാതെ വോൾട്ടേജ് ഡ്രോപ്പ് കുറവാണ്. പിന്നെ ജനറൽ അപ്പിയറൻസ് കുറെ കൂടെ ബെറ്റർ ആണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ കോസ്റ്റ് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണ്. അതൊരു മേജർ ത്രോബാക്ക് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇൻസുലേഷൻ ഫെയിലിയർ, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അണ്ടർഗ്രൗണ്ട് കേബിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓവർഹെഡ് ഒട്ടും പറ്റില്ല എന്നുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, അണ്ടർഗ്രൗണ്ട് കേബിൾസ് പ്രിഫർ ചെയ്യാറുള്ളൂ. ഇതിന്റെ വേരിയസ് പാർട്സ് നോക്കുവാണെങ്കിൽ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കോർസ് കാണും, അതിന് ചുറ്റി പേപ്പർ ഇൻസുലേഷൻ ഏതെങ്കിലും ഒരു ടൈപ്പ് ഇൻസുലേഷൻ ഉണ്ടാവും, ഷീത്ത് കാണും, മെറ്റാലിക് ഷീത്ത് അല്ലെ നമ്മൾ യൂസ് ചെയ്യുന്ന ലെഡ് ഷീത്ത്, പിന്നെ ഉള്ളത് ബെഡിങ് ഉണ്ടാവും, ചുറ്റും ആർമറിങ് കാണും, ഏറ്റവും പുറത്തായിട്ട് സെർവിങ്ങും കാണും. സോ ഇത്രയാണ്, ഈ 6 ഭാഗങ്ങളാണ് അണ്ടർഗ്രൗണ്ട് കേബിളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം ഫോർ എ സിംഗിൾ കോർ കേബിൾ. ഓക്കെ, ഒരു കേബിൾ കണ്ടക്ടർ ദാറ്റ് ഈസ് പ്രൊവൈഡഡ് വിത്ത് എ സ്യൂട്ടബിൾ തിക്നെസ് ഓഫ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ടു പ്രിവെന്റ് ലീക്കേജ് കറണ്ട്. അതിന്റെ പാത്ത്, ലീക്കേജ് കറന്റിന്റെ പാത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റേഡിയൽ ത്രൂ ദ ഇൻസുലേഷൻ ആയിരിക്കും. ഈ ഒരു ലീക്കേജ് കറന്റിനുള്ള ഒപ്പോസിഷൻ ആണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. സോ ഒരു സിസ്റ്റം സാറ്റിസ്ഫാക്ടറിലി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ ആണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു കൺസിഡർ എ സിംഗിൾ കോർ കേബിൾ വിത്ത് കണ്ടക്ടർ റേഡിയസ് R1 ആൻഡ് ഇന്റേണൽ ഷീത്ത് റേഡിയസ് R2. ഓക്കെ, ഫിഗർ നോക്കുക നിങ്ങൾ. കണ്ടക്ടറിന്റെ റേഡിയസ് എന്താണ്? R1 ആണ്. പിന്നെ അത് കൂടാതെ ഇന്റേണൽ ഷീത്ത്, നമ്മൾ പുറത്തുള്ള ഷീത്തിന്റെ റേഡിയസ് എന്ന് പറയുന്നത് R2 ആയിരിക്കും. ഓക്കെ, L എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കേബിൾ, വേർ റോ ഈസ് ദ റെസിസ്റ്റിവിറ്റി. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ കാണാൻ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്മോൾ ലെയർ ഓഫ് ഇൻസുലേഷൻ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ തിക്നെസ് സ്മോൾ dx ആണ്. അത് ഏത് റേഡിയസിലായിരിക്കുന്നത്? റേഡിയസ് സ്മോൾ എക്സിലായിരിക്കുന്നത്. ഓക്കെ, സോ ദ ലെങ്ത് ത്രൂ വിച്ച് ലീക്കേജ് കറന്റ് ടെൻസ് ടു ഫ്ലോ എന്ന് പറയുന്നത് dx ആയിരിക്കും. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πx into L എന്നായിരിക്കും. ലെങ്ത് L എന്നാണ് എടുക്കുവാണെങ്കിൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2πx into L എന്നായിരിക്കും. സോ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എഴുതിയാൽ റോ L by A എന്നാണ്. റോ Lന് പകരം dx ഇട്ട് കൊടുക്കുക. സോ റോ dx by 2πx into L എന്ന് കിട്ടും. റോ L by A, സോ റോ 2dx divided by ഏരിയ 2πxL എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് ഒരു സ്മോൾ ലെയറിന്റെ കേസിൽ മാത്രമാണ്. നമ്മൾ എന്ത് ചെയ്യണം, എൻറ്റയർ ലെങ്ത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഏത് മുതൽ ഏത് വരെ? കണ്ടക്ടർ റേഡിയസ് ടു ഇന്റർ ഷീത്ത് റേഡിയസ് വരെ. സോ R1 to R2, ഇന്റഗ്രൽ R1 to R2 റോ dx by 2πxL that is equal to റോ by 2πL ഇന്റഗ്രൽ R1 to R2 1/x dx എന്ന് കിട്ടും. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ R is equal to റോ by 2πL log R2 divided by R1 എന്ന് കിട്ടും. ഇതാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത്. This resistance value is inversely proportional to length L, which means കേബിൾ ലെങ്ത് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് capacitance of a single core cable. ഒരു സിംഗിൾ കോർ കേബിളിനെ നമുക്ക്
ടു ലോങ് കൊയാക്സിയൽ സിലിണ്ടർ ആയിട്ട് ഇക്വാലൻസി കൊടുത്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതില് ആ കണ്ടക്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇന്നർ സിലിണ്ടർ, അതിന്റെ ഔട്ടർ സിലിണ്ടർ എന്ന് പറയുന്നത് ലെഡ് ഷീത്ത് ആയിരിക്കും, അതെന്ന് പറയുന്നത് എർത്ത് പൊട്ടൻഷ്യലും ആയിരിക്കും. ഓക്കെ, ഫിഗർ വരച്ചാൽ നമ്മളൊരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുന്നു, അതിന്റെ ഡയമീറ്റർ സ്മോൾ ഡി ആണ്, ചുറ്റുമുള്ള ഇന്നർ ഷീത്തിന്റെ ഡയമീറ്റർ ക്യാപിറ്റൽ ഡി ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു, ചാർജ് പെർ മീറ്റർ ആക്സിയൽ ലെങ്ത് ഓഫ് കേബിൾ. ഓക്കെ, ക്യൂ എന്ന് പറയുന്ന ഒരു കുളം ചാർജ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ചാർജ് എങ്ങനെയാണ്, ചാർജ് പെർ മീറ്റർ ആക്സിയൽ ലെങ്ത് ഓഫ് കേബിൾ. ഓക്കെ, പെർ മീറ്റർ ആക്സിയൽ ലെങ്ത് ഓഫ് കേബിളിൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഉണ്ട്, അതിന്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന എപ്സിലോൺ ആണ്. ഓക്കെ, ആ എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഏത് മുതൽ ഏതിന്റെ ഇടയ്ക്കുള്ള പെർമിറ്റിവിറ്റി ആയിരിക്കും, ബിറ്റ്വീൻ കോർ ആൻഡ് ലെഡ് ഷീറ്റ്, അതായത് കോറും ലെഡ് ഷീറ്റും തമ്മിലുള്ള ഇൻസുലേഷന്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ എന്ന് പറയുന്നത്. ദാറ്റ് എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 into എപ്സിലോൺ ആർ. എപ്സിലോൺ 0 എന്ന് പറയുന്ന റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് എപ്സിലോൺ ആർ ഈസ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ ഇൻസുലേഷൻ. ഓക്കെ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിലിണ്ടർ അതിന്റെ റേഡിയസ് എക്സ് മീറ്റർ ആണ്, ആക്സിയൽ ലെങ്ത് 1 മീറ്ററും ആണെങ്കിൽ സർഫസ് ഏരിയ എന്തായിരിക്കും സിലിണ്ടറിന്റെ കേസിൽ, 2πx into that length 1 ആയിരിക്കില്ലേ, that 2πx meter square ആയിരിക്കില്ലേ. ഓക്കെ, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി പി എന്ന് പറഞ്ഞ പോയിന്റ് കൺസിഡർ ചെയ്തിട്ട് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി നമ്മൾ കൺസിഡർ ചെയ്താൽ എന്ത് കിട്ടും, ചാർജ് ക്യൂ ഡിവൈഡഡ് ബൈ 2πx എന്നായിരിക്കും ഏരിയ. സോ dx is equal to q divided by 2πx എന്ന് കിട്ടും, കുളം പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഫ്ലക്സ് ഡെൻസിറ്റി കിട്ടിയാൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ വാല്യൂ ചെയ്യണമെങ്കിൽ that at the point P we have to divide it by epsilon. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും, q by 2π epsilon into x that is equal to q by 2π epsilon 0 into epsilon r into x എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വർക്ക് ഡണ്നെ ഡിഫൈൻ ചെയ്യാൻ പോവുക. That is the work done in moving a unit positive charge from point P through distance dx. ഏത് ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ, ദാറ്റ് ഈസ് ex dx ന്റെ ഡയറക്ഷനിൽ. ഓക്കെ, അതിനുള്ള വർക്ക് ഡൺ ആണ് ഇനി ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം കണ്ടക്ടർ. കണ്ടക്ടറിൽ നിന്നും എവിടം വരെ ആയിരിക്കും, അത് ഷീത്ത് വരെ ആയിരിക്കും. അത് ആക്ച്വലി എന്ത് തന്നെയാണ് ആ വർക്ക് ഡൺ എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ബിറ്റ്വീൻ കണ്ടക്ടർ ആൻഡ് ഷീത്ത് എന്നായിരിക്കും അല്ലേ. ദാറ്റ് ഈസ് V is equal to ഏത് മുതൽ ഏത് വരെ, കണ്ടക്ടർ മുതൽ ഷീത്ത് വരെ എന്നാണ് പറഞ്ഞത്. സോ സ്മോൾ d/2 ടു ക്യാപിറ്റൽ D/2 ex dx എന്നാണ്. ex ന്റെ വാല്യൂ ഇതാ, നിങ്ങൾക്ക് അറിയാലോ, നേരത്തെ തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് q by 2π epsilon 0 into epsilon r into dx equal to q by 2π epsilon 0 epsilon r into log d by d, ക്യാപിറ്റൽ D by സ്മോൾ d എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ വിയുടെയും ഇക്വേഷൻ ആയി അല്ലേ. ഇനി നമുക്ക് എന്താ കാണേണ്ടത്, കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് എന്താണ്, C is equal to q by v. q divided by v ക്ക് പകരം നമ്മളിപ്പോ കണ്ടുപിടിച്ച v ഇട്ട് കൊടുക്കുക. 2π epsilon 0 epsilon r divided by log d by d എന്ന് കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എപ്സിലോൺ 0ന് പകരം അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 8.85 into 10⁻⁻12 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, പിന്നെ ഇത് ടു ദ ബേസ് ഇ എ, ലോഗ് ടു ദ ബേസ് ഇ എ ബേസ് 10 ആക്കി മാറ്റി, എന്നിട്ട് സിംപ്ലിഫൈ ചെയ്തപ്പോൾ എപ്സിലോൺ ആർ ഡിവൈഡഡ് ബൈ 41.4 log 10 ക്യാപിറ്റൽ D by സ്മോൾ d into 10⁻⁻9 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഫാരഡ് പെർ മീറ്റർ. പെർ മീറ്റർ വാല്യൂ ആണിത്. എൻറ്റയർ ലെങ്ത് L എന്ന് പറഞ്ഞ ലെങ്ത്തിലോട്ട് കൺസിഡർ ചെയ്താൽ എത്ര കിട്ടും, അത് ദിസ് ഇൻറ്റു L ചെയ്യുക. അങ്ങനെയാണ് എനിക്ക് ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് ദ കേബിൾ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പം കപ്പാസിറ്റൻസ് ഓഫ് എ സിംഗിൾ കോർ കേബിൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേബിൾ ഗ്രേഡിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, എന്തിനാണ് കേബിൾ ഗ്രേഡിങ് ചെയ്യുന്നത് നമ്മൾ, ടു അച്ചീവ് യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് എവിടെ, ഇൻ ദ ഡൈഇലക്ട്രിക് ഓഫ് കേബിൾ. അതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഗ്രേഡിംഗ് ഓഫ് കേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് അൺഈക്വൽ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ ഉണ്ടാവുക, ഒന്നെന്ന് പറയുന്നത് ഇൻസുലേഷൻ ഓഫ് ഗ്രേറ്റ് തിക്നെസ് നമുക്ക് വേണ്ടി വരും, അപ്പൊ കേബിളിന്റെ സൈസ് കൂടും അല്ലേ. വേറൊന്നെന്ന് പറയുന്നത് ബ്രേക്ക് ഡൗൺ ഓഫ് ഇൻസുലേഷൻ ഉണ്ടാവാനും സാധ്യതയുണ്ട്.
അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? യൂണിഫോം ഇലക്ട്രോസ്റ്റാറ്റിക് സ്ട്രെസ് ഇൻ ഡൈഇലക്ട്രിക് ആക്കി കൊടുക്കേണ്ടി വരും. അത് ചെയ്യുന്ന എങ്ങനെയാന്ന് വിചാരിച്ചാല് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം, രണ്ട് മെത്തേഡ് വഴി. ഒന്നെന്ന് പറയുന്നത് കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ്, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇന്റർഷീത്ത് ഗ്രേഡിംഗ്. ഓക്കെ, ആദ്യം കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ്. കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത് ദിസ് ഇസ് ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് യൂണിഫോമിറ്റി ഇൻ ദ ഡൈഇലക്ട്രിക് സ്ട്രെസ്. എങ്ങനെ അച്ചീവ് ചെയ്യുന്നത്? ബൈ യൂസിങ് ലേയേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡൈഇലക്ട്രിക്സ്. ബൈ യൂസിങ് ഡിഫറെന്റ് ലേയേഴ്സ് ഓഫ് ഡിഫറെന്റ് ഡൈഇലക്ട്രിക്സ്. അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? കപ്പാസിറ്റൻസ് ഗ്രേഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ കപ്പാസിറ്റൻസ് ഗ്രേഡിംഗിൽ ഞാൻ ചെയ്യുന്ന എന്താ വെച്ചാല് ഒരു ഹോമോജിനസ് ഡൈഇലക്ട്രിക്കിന് പകരം എന്ത് വെച്ച് ഞാൻ റീപ്ലേസ് ചെയ്യും? ഒരു കോമ്പോസിറ്റ് ഡൈഇലക്ട്രിക് യൂസ് ചെയ്യും. It consists of various layers of different dielectrics. Okay, relative permittivity decreasing order. Okay, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 3 ഡൈഇലക്ട്രിക്സ്. അതിന്റെ ഔട്ടർ ഡയമീറ്റർ D1, പിന്നെ അതിന്റെ നടുക്കത്തേത് D2, നമ്മുടെ മൊത്തമുള്ള ഡയമീറ്റർ D എന്നുമായി. ഓക്കെ, പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് ε1, ε2, ε3 എന്നാണ്. ഓക്കെ, ദിസ് പെർമിറ്റിവിറ്റി എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിന്റെ അലൈൻമെന്റ് വെച്ചാൽ ε1 ഗ്രേറ്റർ ദാൻ ε2 ഗ്രേറ്റർ ദാൻ ε3. ഓക്കെ, ഇത് മൂന്നും സെയിം മാക്സിമം സ്ട്രെസ്സിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ε1d ഈസ് ഈക്വൽ ടു ε2 ഇൻറ്റു d ഈസ് ഈക്വൽ ടു ε3 ഇൻറ്റു d എന്ന് കിട്ടും. എങ്ങനെയാന്ന് വിചാരിച്ചാല് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് Q/π ഇൻറ്റു എപ്സിലോൺ d എന്നാണ്. എപ്സിലോണിനെ എനിക്ക് ε0 ഇൻറ്റു εr എന്ന് എഴുതാം. സോ ഇവിടത്തെ കേസിൽ അത് എഴുതി കഴിഞ്ഞാൽ മൂന്നിന്റെയും കേസിൽ Q ഡിവൈഡഡ് ബൈ പൈ ε0 എന്ന് വരെയുള്ള ഭാഗം കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ വേരി ചെയ്യുന്നത് 1/ε1d, 1/ε2d, 1/ε3d എന്നാണ്. അപ്പൊ 1/ε1d ഈക്വൽ ടു 1/ε2d ഈക്വൽ ടു 1/ε3d എന്ന് കിട്ടും. ഡിനോമിനേറ്റേഴ്സ് എല്ലാം ഈക്വൽ ആയിട്ട് എടുക്കാം. ഇവിടെ നമ്മളെ റേഡിയസ് എന്ന് പറയുന്നത് D1, D2, D3 എടുക്കുന്നെങ്കിൽ D1, D2, D3 എന്നായിരിക്കും. സോ നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം. അത് ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ഫിഗർ വരച്ചാൽ എന്ത് കിട്ടും? ഇങ്ങനെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. D1/2, D2/2, ക്യാപിറ്റൽ D/2 മൊത്തമുള്ള റേഡിയസ്. ഓക്കെ, ഇത്രയും ഭാഗമാണ്. ഇത് കണ്ടക്ടർ റേഡിയസ് ആണ്, സ്മോൾ d എന്ന് പറയുന്നത്. D1 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള റേഡിയസ്. സോറി, D1/2 എന്ന് പറയുന്നത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള റേഡിയസ്. D2/2 എന്ന് ഇവിടം മുതൽ ഇവിടം വരെയുള്ള റേഡിയസ്. D3/3 എന്ന് പറയുന്നത് D3 ഇല്ല, ഇവിടെ ക്യാപിറ്റൽ D ആണ് മൊത്തമുള്ള റേഡിയസ് എടുത്തേക്കുന്നത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇന്നർ ലെയർ കണ്ടാൽ എങ്ങനെ ഇരിക്കും? ഇന്നർ ലെയർ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. കുഞ്ഞു പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടെ മുതൽ എവിടം വരെ? ഇന്നർ ലെയർ എന്ന് പറയുമ്പോൾ D/2 മുതൽ D1/2 വരെ, D/2 മുതൽ D1/2 വരെ. സോ D/2 ടു D1/2 ഇന്റഗ്രേറ്റ് ചെയ്യുക. ഗ്രേഡിയന്റ് ഇക്വേഷൻ Q/2πε0 ε1 x എന്നാണ്. സോ ജിക്ക് പകരം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുത്തു, ഇൻറ്റു dx കൊടുത്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? സിംപ്ലിഫൈ ചെയ്തു, ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയൊരു റീപ്ലേസ്മെന്റ് അവിടെ നടത്തി. Q/2πε0ന്റെ ε1ന് പകരം Gmax/2 ഇൻറ്റു d എന്ന് കൊടുത്തു. ഓക്കെ, എന്താ കൊടുത്തേ? Q/2πε0 ε1ന് പകരം Gmax ഡിവൈഡഡ് ബൈ 2 ഇട്ട് കൊടുത്തു. ഓക്കെ, എങ്ങനെയാണ് അങ്ങനെ ഒരു റീപ്ലേസ്മെന്റ് അവിടെ വന്നത്? Gmaxന്റെ ഇക്വേഷൻ, അതായത് പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റിന്റെ മാക്സിമം വാല്യൂന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആക്ച്വലി Q/πε0 ഇൻറ്റു ε1 ഇൻറ്റു d എന്നാണ്. ഓക്കെ, Q ഡിവൈഡഡ് ബൈ πε0 ε1 ഇൻറ്റു d എന്നായിരിക്കും. ഓക്കെ, അപ്പം ഈ d യെ ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്താൽ എന്ത് കിട്ടും? Gmax ഇൻറ്റു d ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ πε0 ഇൻറ്റു ε1 എന്ന് കിട്ടും. ഓക്കെ, ഈ Gmax ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു d ആയി എടുത്താൽ അപ്പുറത്തിപ്പുറത്തും 2 ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ Gmax ഡിവൈഡ് ബൈ 2 ഇൻറ്റു d എന്തായിട്ട് മാറും? Q/2πε0 ഇൻറ്റു ε1 ആയിട്ട് മാറും. ഓക്കെ, ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഞാൻ ഇവിടെ നടത്തി. ഓക്കെ, ഈ സ്റ്റെപ്പ് മനസ്സിലാവാത്തവര് ടെക്സ്റ്റ് ബുക്ക് ഒന്ന് റെഫർ ചെയ്യണം. BK മേത്തയുടെ പവർ സിസ്റ്റം, പ്രിൻസിപ്പിൾസ് ഓഫ് പവർ സിസ്റ്റം എന്ന് പറഞ്ഞ ടെക്സ്റ്റിൽ 282 എന്ന് പറയുന്ന പേജിൽ ഈ ഡെറിവേഷൻ ഉണ്ട്. സോ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഈ പേജ് ഒന്ന് റെഫർ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കിട്ടി? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ഇന്നർ ലെയർ കിട്ടി. ഇനി അതുപോലെ സെക്കൻഡറി ലെയറും
മൂന്നാമത്തെ ലെയറിനെ കണ്ടുപിടിച്ചൂടെ? V2 Gmax by 2 D1 log D2 by D1. V3 സെയിം പോലെ കാണുവാണെങ്കിൽ Gmax by 2 D2 log E D by D2 എന്ന് കിട്ടും. So the potential difference between core and earthed sheath എന്തായിട്ട് മാറി? V is equal to V1 plus V2 plus V3. That is equal to Gmax by 2 common ആണ് D log D1 by D plus D1 log D2 by D1 plus D2 log capital D by D എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് ഇന്റർഷീത്ത് ഗ്രേഡിംഗ്. നമുക്ക് നോക്കാം എന്താണ് ഇന്റർഷീത്ത് ഗ്രേഡിംഗ് എന്നുള്ള കാര്യം. ഇന്റർഷീത്ത് ഗ്രേഡിംഗിന്റെ കേസിൽ ഒരു ഹോമോജിനക് ഡയലറ്റർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും ഇൻടു വേരിയസ് ലെയേഴ്സ്. എങ്ങനെ? ബൈ പ്ലേസിംഗ് മെറ്റാലിക് ഇന്റർഷീത്ത് ബിറ്റ്വീൻ ദ കോർ ആൻഡ് ലെഡ് ഷീത്ത്. അതുകൂടാതെ ദീസ് ഇന്റർഷീത്ത് ആർ ഹെൽഡ് അറ്റ് സ്യൂട്ടബിൾ പൊട്ടൻഷ്യൽസ്. ഓക്കെ, that potentials are in between the core potential and the earth potential ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് അതിന്റെ അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഇറ്റ് ഇംപ്രൂവ്സ് ദ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ കോൺസിക്വന്റ്ലി മോർ യൂണിഫോം പൊട്ടൻഷ്യൽ ഗ്രേഡിയന്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം എങ്ങനെ അത് കിട്ടുന്നു എന്നുള്ള കാര്യം. ഫസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഒരു ഡയഗ്രം നോക്കുക. ഇതിന്റെ കേബിളിന്റെ കോർ ഡയമീറ്റർ എന്ന് പറയുന്നത് സ്മോൾ ഡി ആണ്. ഓക്കെ, ഔട്ടർ ലെഡ് ഷീത്ത് ഡയമീറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ആയിരിക്കും. ഓക്കെ, നമ്മള് രണ്ട് ഇന്റർഷീറ്റ്സ് ആണ്, അതിന്റെ ഡയമീറ്റേഴ്സ് സ്മോൾ D1 സ്മോൾ D2 ദാറ്റ് ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ ഹോമോജിനസ് ഡയലക്ട്രിക് ആണ്. പിന്നെ എന്നിട്ട് എന്ത് ചെയ്തു? ദേ ആർ മെയിൻറ്റൈൻഡ് അറ്റ് സം വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽസ്. ഇഫ് V1 V2 V3 be the voltages between core and intersheath 1 and between intersheath 1 and 2 V2 ആണ്, intersheath 2 and outer sheath V3 ആണ്. ഓക്കെ, V1 V2 V3 എടുത്തു. V1 V2 V3 വന്ന വോൾട്ടേജ് ഏതൊക്കെയാണ്? കോറും ഇന്റർഷീത്ത് 1 തമ്മിൽ വോൾട്ടേജ് V1. ഓക്കെ, ഇന്റർഷീത്ത് 1 ഇന്റർഷീത്ത് 2 തമ്മിൽ V2, ഇന്റർഷീത്ത് 2 ഔട്ടർ ലെഡ് ഷീത്തും തമ്മിൽ V3. ഓക്കെ, നമുക്കറിയാം as there is a definite potential differences. ഓക്കെ, ഏത് തമ്മില്? inner and outer layers of each intersheath. So each sheath can be treated like a homogeneous single core cable അല്ലേ? സോ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതിന്റെ എല്ലാം കേസിൽ മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഓക്കെ, മാക്സിമം സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച എന്തായിരിക്കും ഇക്വേഷൻ? G1 max is equal to V1 divided by D by 2 log D1 divided by small d. G2 max equal to V2 divided by D1 by 2 log E D2 by D1. G3 max is equal to V3 divided by D2 divided by 2 log D divided by D2. Okay, നമുക്കറിയാം ഡയലക്ട്രിക് എല്ലാം ഹോമോജിനസ് ആണ്. സോ ദ മാക്സിമം സ്ട്രെസ് ഇൻ ഈച്ച് ലെയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. So G1 maxും G2 maxും G3 maxും എല്ലാം ഈക്വൽ ആയിരിക്കും. That can be G max എന്ന് പറയാം നമുക്ക്. Okay, so G1 max is equal to G2 max is equal to G3 max is equal to G max. ഇക്വേറ്റ് ചെയ്ത് എഴുതിയാൽ V1 divided by നമ്മുടെ വാല്യൂസ് G1 maxന്റെ വാല്യൂ V1 divided by D by 2 log D1 divided by D, D1 by 2 log D2 divided by D1, V3 divided by D2 divided by 2 log D by D2 എന്നും കൂടെ കിട്ടും. So ഇതിന്റെ മീനിങ് എന്താണ്? This cable behaves like three capacitors that is connected in series. So we can say that all the potential are in phase. So voltage between conductor and earthed lead sheath എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മാറിയത്? V എന്ന് പറയുന്നത് V1 plus V2 plus V3 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇന്റർഷീത്ത് ഗ്രേഡിങ്ങും കപ്പാസിറ്റൻസ് ഗ്രേഡിങ്ങും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് കപ്പാസിറ്റൻസ് ഓഫ് എ 3 കോർ കേബിൾ എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു 3 കോർ കേബിളിന്റെ ബെൽറ്റഡ് കേബിളിന്റെ ഒരു 3 ഫേസ് സിസ്റ്റത്തിന്റെ കേസിലുള്ള ഡയഗ്രം ആണ് നമുക്ക് ഫിഗറിൽ കാണുന്നത്. ഓക്കെ, ഏതൊക്കെ തമ്മിലായിരിക്കും പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത്? രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യും. പിന്നെ അതുകൂടാതെ അത് കണ്ടക്ടറും ഷീറ്റും തമ്മിലും എക്സിസ്റ്റ് ചെയ്യും. സോ ഇതൊക്കെ തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണ്, ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫസ്റ്റ് ഫിഗറിൽ നിന്ന് കാണാൻ പറ്റുന്നത്. ഓക്കെ,
അപ്പം ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് കാരണം എന്തുണ്ടാവും? അവിടെ ഒരു കപ്പാസിറ്റൻസ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, കോർ ടു കോർ കപ്പാസിറ്റൻസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് CC and conductor to earth capacitance can be represented as CE. Okay, CC combination ഡെൽറ്റ കണക്റ്റഡ് ആണ്. സി എന്ന് പറയുന്നത് സ്റ്റാർ കണക്റ്റഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓക്കെ, ഈ ഫിഗറിൽ കാണുന്ന പോലെ. ഓക്കെ, മൊത്തത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ, അതായത് ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ഇക്വാലന്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്, അല്ലേ? സീസ് തമ്മിൽ സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും, CCs തമ്മിൽ ഡെൽറ്റ കണക്റ്റഡും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാല്, ഈ CCയുടെ ഡെൽറ്റ കോമ്പിനേഷനെ ഞാൻ എന്തായിരിക്കുന്നു ഇക്വാലന്റ് സ്റ്റാർ കോമ്പിനേഷൻ ആക്കി മാറ്റി എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. അതായത് സ്റ്റാർ ടു ഡെൽറ്റ കൺവേർഷൻ ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ, പിന്നെ ചെയ്യുന്നത് ഈ അങ്ങനെ നമ്മൾ എന്ത് സ്റ്റാറിനെ ഡെൽറ്റയെ പിടിച്ച് സ്റ്റാർ ആക്കി. അപ്പൊ പിന്നെ ഇവിടെ നോക്കുമ്പോൾ മൊത്തത്തിൽ ഒരു സ്റ്റാറും ഉണ്ട്. സോ ഈ എൻറ്റയർ കോമ്പിനേഷനെ കൺവേർട്ട് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് ഇങ്ങനെയും കിട്ടും. സോ ദ ഹോൾ കേബിൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇക്വാലന്റ് ടു 3 സ്റ്റാർ കണക്റ്റഡ് കപ്പാസിറ്റേഴ്സ് ഓഫ് ഈച്ച് ഓഫ് കപ്പാസിറ്റൻസ്. അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഇതല്ലേ 1, 2, 3. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് CN is equal to CE plus 3C CE plus C equivalent എന്നായിരിക്കും. ഓക്കെ, C equivalent എന്ന് പറയുന്ന സാധനമാണ് ആക്ച്വലി എന്താണ്? 3cc. സോ CE plus 3cc ആയിരിക്കും. Okay, therefore the whole cable is equivalent to 3 star connected capacitors, that is each of capacitance in the CN. കറണ്ടിന്റെ വാല്യൂ നോക്കിയേ. കറണ്ടിന്റെ വാല്യൂ IC is equal to V phase divided by capacitive reactance per phase. V phase divided by capacitive reactance per phase. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2πf into V phase into CN ആണ്. CN ന്റെ വാല്യൂ നമുക്കറിയാലോ, എന്താണ്? 2π into f V phase CE plus 3cc. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, അണ്ടർഗ്രൗണ്ട് കേബിളിനെ കുറിച്ചാണ് ഇന്ന് പഠിച്ചത്. അതിന്റെ എന്താണ് അണ്ടർഗ്രൗണ്ട് കേബിൾസ്, അതിന്റെ കാര്യങ്ങൾ, പിന്നെ കപ്പാസിറ്റൻസ് ഗ്രേഡിങ്, ഇന്റർഷീത്ത് ഗ്രേഡിങ്, ഗ്രേഡിങ് ഓഫ് കേബിൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. സിംഗിൾ കോറിന്റെ കേസിലും 3 കോറിന്റെ കേസിലും കപ്പാസിറ്റൻസിന്റെ ഡെറിവേഷനും നോക്കി. സോ വീഡിയോസ് ഒന്നുകൂടെ കാണുക. ഡെറിവേഷൻ ആണ്, കൃത്യമായിട്ട് എഴുതി തന്നെ പഠിക്കുക. ഓക്കെ, താങ്ക് യു.